നിങ്ങൾക്ക് അവിടുത്തെ BJP നേതൃത്വത്തെയെങ്കിലും വിശ്വാസത്തിലെടുത്തുകൂടെ? അവിടെ ഗുണ്ട ആക്ടിന്റെ ആവശ്യമില്ലെന്നും സീറോ ക്രൈം റേറ്റ് ഉള്ള ഒരു സ്ഥലത്ത് ഗുണ്ട ആക്ട് കൊണ്ടുവരുന്നത് അവിടുത്തെ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടില്ല എന്നും അവർ പറയുന്നതെങ്കിലും വിശ്വാസത്തിലെടുക്കാൻ കേരളത്തിലെ BJPക്ക് കഴിയാത്തതുകൊണ്ടാണ്. എന്തായാലും ഇപ്പോ മുമ്പ് അവിടെ ബീഫ് നിരോധിച്ചു, അതോടൊപ്പം തന്നെ മദ്യം ആദ്യമായിട്ട് അവിടേക്ക് കൊണ്ടുവന്നു. അതോടൊപ്പം തന്നെ അവിടെ 2 കുട്ടികളിൽ കൂടുതലുള്ള ആൾക്കാരെ മുഴുവൻ തന്നെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് ഒഴിവാക്കി എന്ന് നടത്തിയ ടൂൾ കിറ്റിൽ നിന്ന് അവസാനം ഇപ്പോൾ ഗുണ്ട ആക്ടിലേക്ക് വന്ന് എത്തിയത് അങ്ങേയറ്റം സന്തോഷകരമായിട്ടുള്ളൊരു കാര്യമാണ്. മറ്റുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ വരുന്നതേ ഉള്ളൂ, താങ്കൾ വിശദീകരിച്ച ശേഷം. ഇവിടെ ഞാൻ കാണുന്നത് ജനങ്ങളോട് ഉത്തരവാദിത്വമുള്ള, ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ഭരണകൂടം ഏകാധിപതിയെ പോലെ പത്രമാരണ ബില്ല് കൊണ്ടുവന്ന ഒരു സംസ്ഥാനത്ത് നിന്നുകൊണ്ട് ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെടാത്ത, അതേ സമയത്ത് തെരഞ്ഞെടുക്കപ്പെട്ട പിണറായി വിജയനേക്കാൾ ജനാധിപത്യത്തിനെ സംബന്ധിച്ച മഹത്വപൂർണമായ കാഴ്ചപ്പാടുള്ള ഒരു അഡ്മിനിസ്ട്രേറ്റർ അവിടെ കൊണ്ടുവരാൻ പോകുന്ന ഭരണപരിഷ്കാരത്തെ സംബന്ധിച്ച് അവിടുത്തെ ജനങ്ങളുടെ അഭിപ്രായം ആരായാൻ വേണ്ടി അത് പരസ്യപ്പെടുത്തുകയും അതിനെ സംബന്ധിച്ചൊരു ചർച്ച ആ നാട്ടിൽ നടത്തുകയും ചെയ്യുക എന്ന് പറയുന്നത് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ഏറ്റവും സുവർണാലേഖിതം ചെയ്യപ്പെടേണ്ട ഒരു വസ്തുതയാണ്. ഇനിയെങ്കിലും കേരളം അംഗീകരിക്കണം, ഇനിയെങ്കിലും മനോരമ അംഗീകരിക്കണം. നമ്മുടെ ആരുടെയും, ശ്രീ സുരേഷിന്റെയോ എന്റെയോ സംസ്ഥാനത്തെ BJPയുടെയോ ഒന്നും അഭിപ്രായമല്ലല്ലോ അവിടെ അംഗീകരിക്കേണ്ടത്. അവിടുത്തെ ജനങ്ങൾക്ക് സ്വയം തീരുമാനിക്കാൻ ഇന്ത്യയിലെ മറ്റേത് ഭാഗത്തുമുള്ള ആളുകളെ പോലെ അവർക്കും സ്വയം നിർണയാവകാശമുണ്ട്, അധികാരമുണ്ട്. രാജ്യത്തെ എല്ലായിടത്തും ഇവിടെ എന്താണ് നടക്കേണ്ടത് എന്ന് ഞങ്ങൾ തെരഞ്ഞെടുക്കുന്ന ഭരണാധിപന്മാർ തീരുമാനിക്കട്ടെ എന്ന് തീരുമാനിക്കുന്ന അതേ അവകാശം ലക്ഷദ്വീപിലുമുണ്ട്. ആരെ പ്രതിനിധീകരിക്കണം, ആര് ഞങ്ങൾക്ക് വേണ്ടി തീരുമാനങ്ങൾ എടുക്കണം എന്ന് തീരുമാനിക്കാൻ അവർക്ക് അവകാശമുണ്ട്. അതിൽ നിന്ന് വ്യത്യസ്തമായി കേന്ദ്രഭരണ പ്രദേശമായതുകൊണ്ടുള്ള അവർക്ക് തീരുമാനിക്കാൻ ഇടപെടലില്ലാത്ത ഒരു കാര്യമാണ് അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്നത്. ശരി, താങ്കൾ പറയുന്നത് പോലെയാണെങ്കിൽ ഇവിടുത്തെ BJPക്ക് അവിടുത്തെ കാര്യങ്ങൾ മനസ്സിലായില്ലെന്ന് നമ്മുടെ ചർച്ചയിൽ ഇരുന്ന് പറഞ്ഞത് നിങ്ങളുടെ പാർട്ടിയുടെ ഔദ്യോഗിക ഭാരവാഹിയാണ് ശ്രീ സുരേഷ്. അല്ല, അദ്ദേഹവും പറഞ്ഞതും BJPയുടെ സംസ്ഥാന ഘടകവും തമ്മിൽ ഉള്ള അഭിപ്രായ വ്യത്യാസങ്ങളും അഭിപ്രായ ഐക്യവും പരിഹരിക്കാനുള്ള ഇടനിലക്കാരിയായിട്ട് BJPയുടെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള ഞാൻ മനോരമയെയോ ഷാനിയെയോ കാണുന്നില്ല. കവി തല്ലുവാങ്ങിയിട്ടേ പോകുന്നാ തോന്നുന്നത്. അങ്ങനെ ഞങ്ങൾ തമ്മിൽ എന്തെങ്കിലും കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പോ അഭിപ്രായ വ്യത്യാസമോ അല്ലെങ്കിൽ അഭിപ്രായ സമന്വയമോ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ദയവ് ചെയ്ത് ചർച്ചയുടെ തുടക്കത്തിൽ തന്നെ ഞാനൊരു കാര്യം പറയട്ടെ. വ്യക്തിപരമായി ശ്രീ സുരേഷോ ഞാനോ എന്ത് പറയുന്നു, എന്ത് നിലപാടെടുക്കുന്നു എന്നുള്ളത് പ്രശ്നമേ അല്ല. നമ്മളൊരു പ്രശ്നത്തെക്കുറിച്ചുള്ള രാഷ്ട്രീയമാണ് ചർച്ച ചെയ്യുന്നത്. വ്യക്തിപരമായി പ്രകോപിപ്പിക്കാനുള്ള ശ്രമങ്ങൾ താങ്കൾ ഉപേക്ഷിക്കണം എന്ന് ജനാധിപത്യപരമായി താങ്കളോട് ആദ്യം അഭ്യർത്ഥിക്കുകയാണ്. അതല്ല പ്രശ്നം. ശ്രീ മുഹമ്മദ് കാസിം പറഞ്ഞതും ആയിട്ട് ഞാൻ ഒന്നും കോൺട്രഡിക്റ്റ് ചെയ്യാൻ പോകുന്നില്ല. പക്ഷേ ഇവിടുത്തെ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞത് വളരെ വ്യക്തമാണ്. സംസ്ഥാന പ്രസിഡന്റ് എന്താ പറഞ്ഞത്? സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞത് അവിടെ 3000 കോടി രൂപയുടെ മയക്കുമരുന്ന് അവിടെ നിന്ന് പിടിക്കപ്പെട്ടിട്ടുണ്ട്. 300 കിലോഗ്രാം മയക്കുമരുന്ന് അവിടെ ഹൊറൈൻ അവിടുന്ന് പിടിക്കപ്പെട്ടിട്ടുണ്ട്. അവിടുത്തെ പാവങ്ങളായിട്ടുള്ള മത്സ്യപ്രവർത്തകർ ഉൾപ്പെടെ അതുമായി ബന്ധപ്പെട്ട് പ്രതിയാക്കപ്പെട്ടിട്ടുണ്ട്. അത് വസ്തുതയല്ല ശ്രീ സുരേഷ്. എവിടെ വെച്ചാണ് മയക്കുമരുന്ന് പിടിക്കപ്പെട്ടത് എന്നത് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ ഔദ്യോഗികമായ പ്രസ്താവനകളടക്കം നമ്മുടെ മുന്നിൽ ലഭ്യമാണ്. ഒരാളും അങ്ങനെ പറഞ്ഞിട്ടില്ല, അഡ്മിനിസ്ട്രേറ്റർ പോലും പറഞ്ഞിട്ടില്ല. കേരളത്തിലെ BJP അല്ലാതെ മറ്റാരും അവിടെ വെച്ച് ഈ 3000 കോടിയുടെ മയക്കുമരുന്ന് പിടിച്ചു എന്ന് പറയാൻ തയ്യാറായിട്ടില്ല. വസ്തുതകൾ പറയൂ ദയവായി. അല്ല, സത്യം പറഞ്ഞ വിഷമം കൊണ്ട് ചത്താലോന്ന് വരെ തീരുമാനിച്ചതാ. അയ്യോ, എന്നിട്ട് എന്ത് പറ്റി? മരിച്ച പോസ്റ്റ്മോർട്ടം ചെയ്യലൊന്ന് പേടിച്ചിട്ടാ. എന്നെ പിടിച്ചിരുത്തിയിട്ട് ഷാനിക്ക് പ്രസംഗിക്കാനാണെങ്കിൽ എന്നെ എന്തിനാ വിളിച്ച് ചർച്ച ചെയ്യുക? എന്നോട് എന്തിനാ ചോദ്യം ചോദിക്കുന്നത്? ഇതാ പറഞ്ഞത് അച്ചായ മണ്ടനാണെന്ന്. വെറുതെ അല്ല ജയിലിൽ കിടക്കുന്നത്. താങ്കൾ വസ്തുതകൾ പറയണം എന്നാണ് അഭ്യർത്ഥിക്കുന്നത്. താങ്കളുടെ പാർട്ടിയുടെ മറ്റൊരു പ്രതിനിധി ഇതേ ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിക്കുന്നു.
നിങ്ങളുടെ പാർട്ടിയിൽ ആരെയാണ് ഞങ്ങൾ വിശ്വസിക്കേണ്ടത്? എന്റെ ദൈവമേ, അപ്പൊ കുടുംബടക്കം കള്ളന്മാരാണ്. ലക്ഷദ്വീപിൽ ഈ പ്രശ്നങ്ങളില്ലെന്ന് അദ്ദേഹം പറയുന്നു. ഞാൻ പറഞ്ഞു തരാം എന്ന് നമ്മുടെ സംസ്ഥാന അധ്യക്ഷൻ പറയുന്നു. ഷാനിയുടെ വിശ്വാസവും അവിശ്വാസവും ഒന്നും എനിക്ക് ആവശ്യമില്ല, എന്റെ പാർട്ടിക്കും ആവശ്യമില്ല. എന്നിട്ട് എന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ പാർട്ടിയുടെ പ്രതിനിധിയായിട്ടാണ് വിളിച്ചിട്ടുണ്ടെങ്കിൽ വസ്തുതകളെ പറയാനാകൂ ശ്രീ സുരേഷ്. ഒരു ചർച്ചയിൽ വന്ന് ലക്ഷദ്വീപിൽ നിന്ന് വസ്തുതകളെ പറയാവൂ. താങ്കൾ പറയൂ ശ്രീ സുരേഷ്, എവിടെ നിന്നാണ് പിടിച്ചത്? പറയൂ, വസ്തുത പറയൂ. ബഹളം വെച്ചത് കൊണ്ട് ഷാനി പ്രഭാകരനല്ല, ശ്രീ സുരേഷ് പറഞ്ഞാൽ മതി. ശ്രീ സുരേഷ് പറഞ്ഞാൽ മതി. ബഹളം വെച്ചത് കൊണ്ട് ഒരു കാര്യവുമില്ല ശ്രീ സുരേഷ്. ആ പ്രകോപനത്തിൽ ഞാൻ വീടില്ല. താങ്കൾ വസ്തുത പറയണം. എവിടെ വെച്ചാണ് മയക്കുമരുന്ന് പിടിച്ചത്? തീരുമാനിക്കേണ്ടത് ഷാനിയല്ല. മയക്കുമരുന്ന് എവിടെ നിന്നാണ് പിടിച്ചത്? ഈ പുഷ്പങ്ങളെല്ലാം ഇവിടെ കൃഷി ചെയ്യുന്നതാണെങ്കിൽ നല്ല രസമുണ്ട്. പക്ഷേ എനിക്കൊരു ഉത്തരവാദിത്തമുണ്ട് ശ്രീ സുരേഷ്. മയക്കുമരുന്ന് എവിടെ നിന്നാണ് പിടിച്ചത്? അവിടെ നിന്ന് താങ്കൾ പറഞ്ഞു. എവിടെ നിന്നാണ് പിടിച്ചത്? ഒരു ആങ്കർ എന്ന ഉത്തരവാദിത്തം മതി. എന്നെ ചോദ്യം ചെയ്യാനൊന്നും ആയിട്ടില്ല. എന്റെ ചർച്ചയിൽ ശ്രീ സുരേഷ് ഒരു ചെറിയ പ്രശ്നം. ശ്രീ സുരേഷ്, താങ്കൾ എന്താണ് ഇന്നത്തെ ചർച്ചയിൽ ഗുണദോഷിക്കാനും ചോദ്യം ചെയ്യാനൊന്നും നിങ്ങൾ ആയിട്ടില്ല. ശ്രീ സുരേഷ് ഞാൻ പറയാം. ശ്രീ സുരേഷ്, ഒരു കാര്യം താങ്കളെ പറയാൻ അനുവദിക്കും. വസ്തുതകൾ മാത്രം, ഒറ്റ കാര്യം. ശ്രീ സുരേഷ്, നിർബന്ധമായും താങ്കൾ ഈ ചർച്ചയിൽ പാലിച്ചിരിക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്ന ഒരു കാര്യം. പ്രേക്ഷകർക്കല്ല, നമുക്കറിയാവുന്ന വസ്തുതയാണ്. അല്ലെങ്കിൽ താങ്കൾ പറയണം എവിടെ നിന്ന് പിടിച്ചു. അതെ, ഇന്നലത്തെ പ്രശ്നമാണ്. തുടക്കം മുതലേ താങ്കൾ കാണിക്കുന്നത് എനിക്കറിയാം. പക്ഷേ വസ്തുത പറയൂ ശ്രീ സുരേഷ്. ഞാൻ ഒറ്റ ചോദ്യമേ ചോദിക്കുന്നുള്ളൂ. എവിടെ നിന്നാണ് 3000 കോടിയുടെ മയക്കുമരുന്ന് പിടിച്ചത്? ഇതിന് വട്ടുണ്ടോ? പ്രേക്ഷകരാണ് ശ്രീ സുരേഷ്, അത് പറഞ്ഞാൽ മതി. അത് വസ്തുതയാണ്. എനിക്കുള്ള മറുപടിയാണ്. എവിടെ നിന്നാണ് മയക്കുമരുന്ന് പിടിച്ചത്? 3000 കോടിയുടെ മയക്കുമരുന്ന് പിടിച്ചത് എവിടെ നിന്നാണ്? അത് പറഞ്ഞാൽ മതി. ഞാൻ ഷാനിക്ക് വേണ്ടിയല്ല മറുപടി പറയുന്നത്. ഷാനിക്ക് മറുപടി പറയാനുള്ള ഒരു പ്രേക്ഷകർക്ക് വേണ്ടി ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കാണ് താങ്കൾ മറുപടി പറയുന്നത്. ശ്രീ സുരേഷ്, എവിടെ നിന്നാണ് മയക്കുമരുന്ന് പിടിച്ചതെന്ന് താങ്കൾ പറഞ്ഞാൽ പ്രേക്ഷകർക്കും അത് ഉപകാരപ്രദമാണ് എന്നും ഞാൻ വിചാരിക്കുന്നു. എന്തുകൊണ്ടാണ് അത് പറയാൻ ഇത്ര പ്രയാസം ശ്രീ സുരേഷ്? ആദ്യം ഈ സംസാരിക്കുന്ന വ്യക്തിയെ ആദ്യം അറസ്റ്റ് ചെയ്ത് ലോകപ്പിലാണ്. ഇത് ഇടങ്ങേറായിട്ട് വരിക. പ്രേക്ഷകരും എവിടെ നിന്നാണ് മയക്കുമരുന്ന് പിടിച്ചത്? പ്രേക്ഷകരും ഞാനുമായി എവിടെ നിന്നാണ് പിടിച്ചത്? പ്രേക്ഷകരും ഞാനുമായി സംവദിച്ചോളാം. അത് ഞാൻ നിരപരാധിയാണല്ലോ. സത്യം തെളിയും. സത്യമേത ജഗതേ ജയഹേ. അത് പറയാൻ എന്താണ് പ്രയാസം? ചോദിച്ചിട്ട് മിണ്ടാതിരിക്കൂ. എവിടെ? അത് പറയൂ, പറഞ്ഞോളൂ. ഞാൻ മിണ്ടാതിരിക്കും. ധൈര്യമില്ല എന്ന് പ്രഖ്യാപിക്കൂ. പറഞ്ഞോളൂ. 36 ദ്വീപുകളുള്ള ലക്ഷദ്വീപിൽ 4 സബ് ജയിലുകളുണ്ട്. ആ സബ് ജയിലുകളിൽ LP ക്ലാസ് അല്ല നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവിടെ 9 പോലീസ് സ്റ്റേഷനുണ്ട്. ആ പോലീസ് സ്റ്റേഷനുകളിൽ കേസുണ്ട്. അവിടെ 3 പോലീസ് ഹെഡ് പോസ്റ്റ് ഉണ്ട്. അതിനൊന്നും ഇല്ലേ? അവിടെ ഇതുമായി ബന്ധപ്പെട്ട മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട 190ഓളം കേസുകൾ കഴിഞ്ഞതിന്റെ മുമ്പ് 89 കേസുകൾ കഴിഞ്ഞ വർഷം രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിലുള്ള കേസുകൾ അവിടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇതിന്റെ അർത്ഥം ലക്ഷദ്വീപുകാർ മുഴുവൻ അക്രമികളും മയക്കുമരുന്നുകാരും കൊള്ളക്കാരുമാണെന്നല്ല. ആവില്ലല്ലോ. ഇപ്പോൾ കേരളത്തിൽ നമുക്കറിയാം കുഴൽപ്പണം പിടിച്ചിട്ടുണ്ട്. ഒരു രാഷ്ട്രീയ പാർട്ടിയുമായി ബന്ധപ്പെട്ട ആരോപണം കേരളത്തിൽ നടക്കുന്നുണ്ട്. അതിനർത്ഥം കേരളത്തിൽ മുഴുവൻ കുഴൽപ്പണ ഇടപാടാണെന്നോ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അതിൽ ഇടപെടുന്നവരാണോ എന്നോ അല്ലല്ലോ ശ്രീ സുരേഷ്. പക്ഷേ താങ്കൾ നേരത്തെ പറഞ്ഞ ഒരു കാര്യത്തിന് ഞാൻ വ്യക്തത ആവശ്യപ്പെട്ടത് കേൾക്കണം ശ്രീ സുരേഷ്. അതിനുള്ള ക്ഷമ കാണിക്കൂ. 3000 കോടിയുടെ മയക്കുമരുന്ന് അവിടെ നിന്ന് പിടിച്ചിട്ടുണ്ട് എന്നൊരു പ്രസ്താവന താങ്കൾ നടത്തി. അവിടെ നിന്ന് എന്നാണ് പറഞ്ഞത്. അത് എവിടെ നിന്നാണ് എന്ന് പറയേണ്ടത് ദ്വീപ് ജനതയോട് നമ്മൾ കാണിക്കേണ്ട ഉത്തരവാദിത്തമാണ്. സത്യം പറഞ്ഞ ആശാനെ കഴിവെച്ച് നോക്കുമ്പോ ആശാൻ ഈ ലെവലിൽ അറിയപ്പെടേണ്ട ആളല്ല, കുറച്ചും കൂടി ലോ ലെവലിൽ അറിയപ്പെടേണ്ട ആളാണ്. കഴിവുണ്ടായിട്ട് മാത്രം കാര്യമില്ലടാ, കുറെയൊക്കെ ഭാഗ്യം കൂടി വേണം. താങ്കളൊരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാവാണല്ലോ. ദ്വീപ് ജനതയെ ഒന്നും ഞങ്ങൾ കുറ്റപ്പെടുത്തുന്നില്ല. ദ്വീപ് ജനതയെ ഒന്നും ഞങ്ങൾ കുറ്റപ്പെടുത്തുന്നത് ആരാ പറഞ്ഞ? ഞാൻ നേരത്തെ പറഞ്ഞ കേസിലും ദ്വീപ് ജനതയെ മുഴുവൻ ഞങ്ങൾ കുറ്റപ്പെടുത്തുന്നില്ല. ദ്വീപ് ജനതയുടെ വക്കാലത്ത് ഇവിടുത്തെ കോൺഗ്രസിനും മാർക്സിസ്റ്റ് പാർട്ടിക്കും ഷാനിക്കും തന്നിട്ടുണ്ടോ? ദ്വീപ് ജനതയെ അവിടുത്തെ ബിജെപിക്കും ഉണ്ടോ? അവിടുത്തെ ബിജെപി നേതാവാണ് നമ്മുടെ ചർച്ചയിൽ പറഞ്ഞത്.
അദ്ദേഹം കള്ളം പറയുകയാണെങ്കിൽ അദ്ദേഹത്തോട് നമുക്ക് ചോദിക്കാം. അവിടുത്തെ ബിജെപിക്ക് വക്കാലത്ത് കൊടുക്കാമോ? എന്താണ് പറഞ്ഞത്? അവിടെ ക്രൈം റേറ്റിനെ കുറിച്ച് എന്താണ് പറഞ്ഞത്? അവിടുത്തെ തീവ്രവാദ സംഘടനകളുടെ സാന്നിധ്യത്തെ കുറിച്ചുള്ള ചോദ്യത്തിന് എന്താണ് പറഞ്ഞത്? ഓപ്റ്റിക്കൽ ഫൈബർ കേബിൾ ഇട്ടത് നരേന്ദ്രമോദി സർക്കാരാണെന്ന് പറഞ്ഞില്ലേ? മണ്ണാൻ കട്ടി